നമസ്കാരം ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഓഫ് ജേർണി റാപ്സ്. നമ്മുടെ ആന്ധ്ര സീരീസിലെ രണ്ടാമത്തെ എപ്പിസോഡാണിത്. കഴിഞ്ഞ എപ്പിസോഡിൽ ആന്ധ്രയിലെ പെനുകൊണ്ട ഫോർട്ടിലെ ഒരു അടിപൊളി സൺറൈസ് റൈഡാണ് നമ്മൾ കണ്ടത്. ഇന്നത്തെ എപ്പിസോഡിൽ ഇന്ത്യയുടെ ഗ്രാൻഡ് കാനിയോൺ എന്നറിയപ്പെടുന്ന ഗന്ദിക്കോട്ടയാണ് നമ്മുടെ ഡെസ്റ്റിനേഷൻ. കഴിഞ്ഞ എപ്പിസോഡ് മിസ്സായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും കാണാൻ മറക്കരുത്, കാരണം നമ്മുടെ ഈ റൈഡ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ആ വീഡിയോയിലാണ്. സോ ഗന്ദിക്കോട്ടയിലെ ഒരു അടിപൊളി സൺസെറ്റും സൺറൈസും ഹിസ്റ്റോറിക് ഫോർട്ട്സും ടെമ്പിൾസും അതേപോലെ ഇന്ത്യയിലെ സെക്കൻഡ് ലാർജസ്റ്റ് കേവായ ബെലങ് കേവ്സും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഒരു എപ്പിസോഡ്. കുറേ നാളത്തെ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് തുടങ്ങിയതാണ് ഈ യൂട്യൂബ് ചാനൽ. ഒരു ഇൻട്രോവേർട്ട് യൂട്യൂബ് വ്ളോഗിങ് തുടങ്ങിയാൽ എങ്ങനെയിരിക്കും എന്നതിൻ്റെ ഉത്തമ ഉദാഹരണം കൂടെയാണ് ഈ ഒരു ചാനൽ. അതുകൊണ്ട് തന്നെ ഇതിൽ ധാരാളം മിസ്റ്റേക്കുകൾ ഉണ്ടാകും. അതെല്ലാം നിങ്ങളുടെ വാല്യുബിൾ കമൻസിലൂടെ അറിയിക്കുക. വരും വീഡിയോസിൽ അതെല്ലാം സെറ്റാക്കാനാണ് ഞാൻ മാക്സിമം ശ്രമിക്കുന്നതായിരിക്കും. അതുപോലെ നമ്മുടെ ലാസ്റ്റ് വ്ളോഗിൻ്റെ ഓഡിയോ ക്ലാരിറ്റി കുറച്ച് കുറവാണെന്നൊരു സജഷൻ നമുക്ക് കിട്ടിയിരുന്നു. സോ ഈ വ്ളോഗിൽ അത് ശരിയാക്കാൻ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട്. സോ ബാംഗ്ലൂരിൽ നിന്നും ഏകദേശം ഒരു 6 മണിക്കൂർ റൈഡുണ്ട് ഗന്ദിക്കോട്ടയിലേക്ക്. മാക്സിമം വെയിൽ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിരാവിലെ തന്നെയാണ് ഞങ്ങൾ യാത്ര തുടങ്ങിയത്. സമ്മർ സീസൺ ആയതുകൊണ്ട് അത്യാവശ്യം നല്ല ചൂടുണ്ട്. കണ്ടില്ലേ, പുഴയൊക്കെ വറ്റി വരണ്ട് മണൽ മാത്രമേ ഉള്ളൂ. ശരിക്കും ഹൈവേ തീർന്നാൽ കംപ്ലീറ്റ് ഇതുപോലത്തെ റോഡുകളാണ്. പൊതുവേ നല്ല റബ്ബറൈസ്ഡ് റോഡുകൾ മാത്രം ഇഷ്ടപ്പെടുന്ന ഞാൻ എന്തായാലും ഈ റോഡിൽ വളരെയധികം ഹാപ്പിയാണ്. കാരണം നമ്മുടെ സ്ക്രാംബ്ലർ ടെസ്റ്റ് ചെയ്യാൻ പറ്റിയ റോഡുകളാണിത്. ഞാൻ ഈ വണ്ടി എടുത്തപ്പോൾ വണ്ടിയുടെ പെർഫോമൻസ് എങ്ങനെയുണ്ട്, ഓഫ് റോഡ് കേപ്പബിലിറ്റി എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിച്ച് ഒരുപാട് ഫ്രണ്ട്സ് എനിക്ക് മെസ്സേജ് ചെയ്തിരുന്നു. അപ്പോൾ അതിനെല്ലാം പറ്റി ഒരു ഡീറ്റെയിൽഡ് വീഡിയോ, ഒരു റിവ്യൂ വീഡിയോ നമ്മുടെ ചാനലിൽ അടുത്ത് വരുന്നുണ്ട്. നമ്മൾ ഇതുപോലെ ലഗേജ് എല്ലാം വെച്ച് കെട്ടി ഫുൾ ഗിയറിൽ ഇങ്ങനെ പോകുമ്പോൾ ഏതാടാ ഇവൻ എന്ന ഭാവത്തോടെ കുറേ പേർ നോക്കുന്ന കാണാറുണ്ട്. അതുപോലെ യാത്ര ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരെയും കാണാറുണ്ട്. വഴിയിൽ ഒരു റെയിൽവേ ക്രോസിൽ വണ്ടി നിർത്തിയപ്പോൾ അതുപോലെ ഒരു ചേട്ടൻ എൻ്റെ അടുത്ത് വന്നു. വിവരങ്ങളൊക്കെ തിരക്കി ഫേസ്ബുക്കിൽ ഫോളോ ചെയ്യാൻ ഐഡിയ ഒക്കെ ചോദിച്ചു. അത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ്. നമ്മൾ ഒരു ഹാർഡ് കോർ റൈഡർ ഒന്നും അല്ലെങ്കിലും നമ്മൾ ചെയ്യുന്ന ഈ കാര്യങ്ങൾ ചിലക്കെങ്കിലും സന്തോഷം കൊടുക്കുന്നുണ്ടെങ്കിൽ അതൊരു നല്ല കാര്യമല്ലേ. അങ്ങനെ ഫൈനലി ഒരു 2 കിലോമീറ്റർ കൂടെ കഴിഞ്ഞാൽ നമ്മൾ ബുക്ക് ചെയ്ത ഹോട്ടലിലെത്തും. ഇതാണ് ഞങ്ങൾ സ്റ്റേ ചെയ്ത റിസോർട്ട്, ഹരിത റിസോർട്ട്സ് ഗന്ദിക്കോട്ട. ഇത് ശരിക്കും ആന്ധ്ര ഗവൺമെൻറ്റിൻ്റെ അണ്ടറിലുള്ള റിസോർട്ടാണ്. ഗന്ദിക്കോട്ടയിൽ പിന്നെ പറയത്തക്ക വലിയ റിസോർട്ടുകളൊന്നും തന്നെ ഇല്ല. എല്ലാം ചെറിയ ചെറിയ ഹോം സ്റ്റേകൾ മാത്രം. ഇവിടെ ഉള്ളതിൽ വെച്ച് അത്യാവശ്യം എല്ലാ സൗകര്യങ്ങളും ഉള്ള ഒരു ഹോട്ടലാണിത്. ലഗേജ് എല്ലാം ഇറക്കി വെച്ചിട്ട് ഞാനൊരു വാക്ക് അറൗണ്ട് വീഡിയോ കാണിച്ചു തരാം. എൻട്രൻസ് നിന്ന് കയറി വരുമ്പോൾ റൈറ്റ് സൈഡിലായിട്ട് വലിയൊരു പാർക്കിംഗ് സ്പേസ് നമുക്ക് കാണാം. അതിൻ്റെ അടുത്ത് തന്നെ കുട്ടികൾക്കൊക്കെ കളിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്ലേ ഏരിയ ഉണ്ട്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഒരു റെസ്റ്റോറൻറ്റും ഉണ്ട്. ഇവിടെ തന്നെ ഓൺലൈൻ ബുക്കിംഗ് സൈറ്റിലൂടെ നമുക്ക് ബുക്ക് ചെയ്യാം. ഡബിൾ ഒക്കുപ്പൻസി AC റൂമും 8 പേർക്ക് വരെ കിടക്കാവുന്ന ഡോർമെറ്ററി റൂംസും ഇവിടെ അവൈലബിൾ ആണ്. വീക്ക് ഡേയ്സിൽ 2500 വീക്കെൻഡ്സിൽ 3000 ഇവർ ചാർജ് ചെയ്യുന്നത്. സോ നിങ്ങൾ ഗന്ദിക്കോട്ട വരുവാണെങ്കിൽ ദിസ് ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് പ്ലേസ് ടു സ്റ്റേ. ഇതിൻ്റെ ഹോട്ടലിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. ഞങ്ങൾ ലഗേജ് എല്ലാം റൂമിൽ വെച്ചിട്ട് ഉച്ചത്തെ ലഞ്ചും കഴിച്ചു പതിയെ സൺസെറ്റ് കാണാനായിട്ട് പുറത്തേക്ക് ഇറങ്ങി. നമ്മുടെ റിസോർട്ടിൽ നിന്നും കഷ്ടി 1 കിലോമീറ്റർ ഉള്ളൂ നമ്മൾ ഈ പറഞ്ഞ ഗന്ദിക്കോട്ട വ്യൂ പോയിന്റിലേക്ക്. വ്യൂ പോയിന്റിലേക്കുള്ള വഴി ഇതേപോലെ പാറക്കല്ലുകൾ നിറഞ്ഞതാണ്. ദ ബെസ്റ്റ് വ്യൂ കംസ് ആഫ്റ്റർ ദ ഹാർഡസ്റ്റ് ക്ലൈംബ് എന്നൊക്കെ പറയില്ലേ, അതുപോലെ മുകളിൽ നിന്നുള്ള ഒരു വ്യൂ അതൊരു വല്ലാത്ത എക്സ്പീരിയൻസ് ആണ്.
വൈകുന്നേരം സൺസെറ്റ് ടൈം ആയതുകൊണ്ട് അത്യാവശ്യം നല്ല ആളുകളുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ തിരക്കിൽ നിന്നൊക്കെ അല്പം മാറി വേറൊരു വ്യൂ പോയിൻ്റ് നോക്കി ഇറങ്ങി. എന്തായാലും തിരക്കില്ലാതെ ഒരു സ്പോട്ട് കിട്ടി. സൺസെറ്റ് ഷൂട്ട് ചെയ്യാൻ ക്യാമറ എല്ലാം റെഡിയാക്കി ഞങ്ങൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നു. സോ അതായിരുന്നു നമ്മുടെ ഡേ 1. പിറ്റേന്ന് രാവിലെ 5:30 തന്നെ റൂമിൽ നിന്ന് ഇറങ്ങി. ആൾ കൂടുന്നതിന് മുമ്പ് നല്ലൊരു സ്പോട്ട് പിടിക്കാനായിരുന്നു ഉദ്ദേശം. ഭാഗ്യത്തിന് നല്ലൊരു സ്പോട്ട് തന്നെ കിട്ടി. ക്യാമറ എല്ലാം സെറ്റാക്കി ഈ യാത്രയുടെ മെയിൻ ഹൈലൈറ്റായ സൺറൈസ് കാണാനായിട്ട് ഞങ്ങൾ കാത്തിരുന്നു. ഇന്ത്യയുടെ ഹിഡൻ ഗ്രാൻഡ് കാനയോൺ എന്നറിയപ്പെടുന്ന ആന്ധ്രാപ്രദേശിലെ കടപ്പ ജില്ലയിലെ ഗന്ദിക്കോട്ട ശരിക്കും ഇതിലൂടെ ഒഴുകുന്ന പെന്ന നദി കൊണ്ട് രൂപപ്പെട്ടതാണ്. മനുഷ്യനിർമ്മിതമല്ലാത്തതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് ഇവിടെ. അതിമനോഹരമായ വാസ്തുവിദ്യയാണ് ഇവിടെയുള്ള ക്ഷേത്രങ്ങൾ ചിത്രീകരിക്കുന്നത്. രാവിലെ തന്നെ ആയതുകൊണ്ട് ഈ കാണുന്ന അമ്പലങ്ങളെല്ലാം പബ്ലിക്കിന് വേണ്ടി ഓപ്പൺ ആക്കുന്നതേ ഉള്ളൂ. പതിമൂന്നാം നൂറ്റാണ്ടിൽ വിജയനഗര എംപയറിലെ പെമ്മസാനി രാജവംശം പണി കഴിപ്പിച്ചതാണ് ഈ കോട്ട. കോട്ടയ്ക്കുള്ളിലെ ചാർമിനാറും മസ്ജിദും മുഗൾ കാലഘട്ടത്തിൻ്റെ അവശിഷ്ടങ്ങളാണ്. ഇവിടെയുള്ളവ വെച്ച് ഏറ്റവും വലിപ്പം കൂടിയ ഒരു അമ്പലമാണിത്. ഗേറ്റ് പൂട്ടിയിരിക്കുന്നത് കൊണ്ട് അകത്തേക്ക് കയറാൻ കഴിഞ്ഞില്ല. അങ്ങനെ ഗന്ദിക്കോട്ടയിലെ കാഴ്ചകളെല്ലാം കണ്ട് പതിയെ ഞങ്ങൾ പുറത്തേക്കിറങ്ങി. നല്ല വിശന്നിരിക്കുമ്പോഴാണ് തൊട്ടടുത്ത് ചെറിയൊരു തട്ടുകട കണ്ടത്. ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ച് തിരിച്ച് റൂമിലെത്തി കുറച്ച് നേരം റെസ്റ്റ് എടുത്തു. പിന്നെ അടുത്ത സ്പോട്ടായ ഇന്ത്യയിലെ തന്നെ സെക്കൻഡ് ലാർജസ്റ്റ് കേവ്സ് എന്നറിയപ്പെടുന്ന ബെലം കേവ്സിലേക്കുള്ള യാത്ര തുടങ്ങി. ഗന്ദിക്കോട്ടയിൽ നിന്നും ഏകദേശം ഒരു 70 കിലോമീറ്റർ ഉണ്ട് ബെലം കേവ്സിലേക്ക്.
നമ്മളിപ്പോൾ ഈ പോയിക്കൊണ്ടിരിക്കുന്ന റോഡിൻ്റെ ഇരുവശങ്ങളിലെയും കാഴ്ച അതിമനോഹരമാണ്. നല്ല വിളഞ്ഞു നിൽക്കുന്ന മുളക് പാടങ്ങളാണിത്. ആദ്യമൊക്കെ എന്തോ പൂ വിരിഞ്ഞു നിൽക്കുന്ന പോലെയാണ് ഞങ്ങൾക്ക് തോന്നിയത്. പിന്നീട് അത് അടുത്ത് കാണാനായി റോഡ് സൈഡിൽ വണ്ടി നിർത്തി ഞങ്ങൾ പാടത്തേക്ക് ഇറങ്ങി. അവിടെ അടുത്ത് തന്നെ ഒരു പാടത്ത് മുളകെല്ലാം ഉണക്കാനിട്ടിരിക്കുന്നത് കണ്ടു. നല്ല ഭംഗിയാണ് ഈ മുളകൾ ഇങ്ങനെ കൂട്ടിയിട്ടിരിക്കുന്നത് കാണാൻ. അതിൻ്റെ ഒരു വശത്തായിട്ട് കുറച്ച് സ്ത്രീകൾ മുളകിൻ്റെ തണ്ടൊക്കെ കളഞ്ഞ് സോർട്ട് ചെയ്യുന്നത് കാണാം. ക്യാമറ കൊണ്ട് അടുത്ത് ചെല്ലുന്നത് കണ്ടപ്പോൾ അവർ വല്ലാതൊരു നോട്ടം നോക്കി. തെലുങ്കിൽ പിന്നെ ഏമണ്ടി ചെപ്പണ്ടി മാത്രം അറിയാവുന്നതുകൊണ്ട് ഞങ്ങൾ പയ്യെ അവിടെ നിന്ന് മാറി. അപ്പോൾ ഇതാണ് നമ്മുടെ ബെലം കേവ്സിൻ്റെ എൻട്രൻസിൽ നിന്ന് കുറേ കൂടെ അകത്തേക്ക് പോയിട്ടാണ് നമ്മുടെ ടിക്കറ്റ് കൗണ്ടർ. പോകുന്ന വഴിയിൽ ഒരു വലിയ ബുദ്ധ പ്രതിമയൊക്കെ കാണാം. ബെലം കേവ്സ് വലിപ്പത്തിൻ്റെ കാര്യത്തിൽ ഇന്ത്യയിലെ സെക്കൻഡ് ലാർജസ്റ്റ് കേവ്സ് എന്ന് വേണമെങ്കിൽ പറയാം. ഭൂമിക്കടിയിലൂടെ 3.5 കിലോമീറ്റർ നീണ്ടു നിവർന്ന് കിടക്കുന്നതാണ് ഈ ഗുഹ. ഇവിടെ ടിക്കറ്റിന് ഒരാൾക്ക് 70 രൂപയാണ് ചാർജ്. ക്യാമറയ്ക്ക് വേറെ ചാർജൊന്നും നൽകേണ്ടതില്ല. ഗുഹയുടെ എൻട്രിയിൽ തന്നെ ഒരു സെക്യൂരിറ്റി ഉണ്ട്. ആൾക്ക് നമ്മുടെ ടിക്കറ്റ് എല്ലാം കാണിച്ച് പയ്യെ നമ്മൾ അകത്തേക്ക് കയറി. നമ്മൾ കണ്ട ഗന്ധിക്കോട്ടയും ഈ കേവ്സും തമ്മിലൊരു ബന്ധമുണ്ട്. അതെന്താണെന്ന് വഴിയെ പറയാം. ഗുഹയ്ക്കുള്ളിലൂടെ നടക്കാൻ പാകത്തിന് ടൈൽസ് വെച്ചിട്ടുണ്ട്. അതേപോലെ വെളിച്ചത്തിനായിട്ട് സൈഡിൽ ലൈറ്റും എയർ സർക്കുലേഷന് വേണ്ടി മുകളിൽ നിന്നും എയർ പമ്പ് ചെയ്യാനുള്ള സൗകര്യവും കൊടുത്തിട്ടുണ്ട്. ഗന്ധിക്കോട്ടയിൽ നമ്മൾ കണ്ട പെന്ന നദി പണ്ട് ഭൂമിക്കടിയിലൂടെ ഒഴുകി അങ്ങനെ രൂപപ്പെട്ടതാണ് ഈ ബെലം കേവ്സ് എന്നാണ് ഇവർ പറയുന്നത്. വെള്ളം ഒഴുകിയിട്ടുള്ള ചുഴികളാണ് ഈ മുകൾ ഭാഗത്തൊക്കെ കാണുന്നത് എന്നാണ് നമ്മുടെ ഗൈഡ് ചേട്ടൻ പറയുന്നത്. കുറേ ദൂരം നടന്ന് കുറച്ച് ഇടുങ്ങിയ ഭാഗത്ത് ചെല്ലുമ്പോൾ ഈ ഗുഹയുടെ ഏറ്റവും ആഴം കൂടിയ സ്ഥലം കാണാം. പാതാളഗംഗ എന്നാണ് അവർ ഇതിനെ പറയുന്നത്. അവിടെ ഒരു ശിവലിംഗമെല്ലാം വച്ചിട്ടുണ്ട്. ശിവലിംഗം ഇവിടെ വച്ചതുകൊണ്ടാവാം ആളുകളെല്ലാം ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് കോയിനൊക്കെ ഇട്ടിട്ട് പോകുന്നുണ്ട്. അങ്ങനെ ബെലം കേവ്സിലെ കാഴ്ചകളെല്ലാം കണ്ട് പുറത്തേക്ക് ഇറങ്ങി അവിടെ തന്നെയുള്ള ഒരു ഹോട്ടലിൽ കയറി ഉച്ചത്തെ ഫുഡും കഴിച്ചു. പയ്യെ ഞങ്ങൾ തിരിച്ച് ബാംഗ്ലൂരിലേക്കുള്ള റൂട്ട് പിടിച്ചു. തിരിച്ചുള്ള റൂട്ടിൽ നമ്മൾ ആദ്യ ദിവസം കണ്ട പെനുക്കൊണ്ട ഫോർട്ടിലെ സെയിം സ്പോട്ടിൽ പോയി അവിടുത്തെ സൺസെറ്റ് കൂടി ഷൂട്ട് ചെയ്യണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ട് നേരെ ഞങ്ങൾ അങ്ങോട്ട് പോയി അവിടുന്ന് സൺസെറ്റും കണ്ട് നേരെ തിരിച്ച് ബാംഗ്ലൂർക്ക് ഇറങ്ങി. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ ആന്ധ്ര സീരീസിലെ വിശേഷങ്ങൾ. പുതിയൊരു സ്പോട്ടും വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണും വരെ
ബൈ ബൈ ഫ്രം ജേർണി റാപ്സ്.